ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവ ഭക്തന്മാർക്കും വിശ്വാസികൾക്കും അനുയായികൾക്കും ഗുരുദർശനത്തിൽ താല്പര്യമുള്ള അന്വേഷികൾക്കൊക്കെ പരമപ്രധാനമായിട്ടുള്ള ഒരു സങ്കേതമാണ് അരുവിപ്പുറം. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ മൂലസ്ഥാനമാണ്. അതായത് അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥയുടെ ഭാഗമായി പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ, അതിവിടെ മാത്രമല്ല, ഈ ലോകത്ത് എവിടെയും ഉള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അറിവിൻ്റെ ഒരു മൂലസ്ഥാനമാണ് അരുവിപ്പുറം. ഇവിടെ ഗുരു ആയുസ്സും വപസ്സും ആത്മതപസ്സും ബലിയർപ്പിച്ച പുണ്യ സംഗീതമാണ്. ഒരുപക്ഷെ പലർക്കും ഇതിൻ്റെ ഒരു ആഴം, ഇതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ്. പൊതുവെ കേട്ടിട്ടുള്ളത് ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം എഴുതി വച്ച സ്ഥലം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ 4 വരികളിലൂടെ ഗുരു ഈ ദർശനത്തെ, അദ്വൈത വേദാന്ത സാരത്തെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മൾ ആ രീതിയിൽ അതിനെ വിശകലനം ചെയ്ത് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ജാതി ഭേദവും മതവിദ്വേഷവുമില്ലാത്ത ഒരു ഏകലോകം സൃഷ്ടിക്കുക എന്നുള്ളത് സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ്. ജാതി ഇല്ലാത്തതാണ് എന്ന് ഗുരു വളരെ വ്യക്തമായി ജാതി നിർണയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ജീവശാസ്ത്രപരമായും താത്വികമായും ഇന്ന് നിലവിലുള്ള ജാതി വ്യവസ്ഥയെ ഗുരു പരിപൂർണമായും നിഷേധിക്കുക തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ. അതേപോലെ മതവിദ്വേഷം, ഈ രണ്ടും, ജാതിയുടെയും മതത്തിൻ്റെയും പ്രശ്നം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ മനുഷ്യനിൽ മാത്രമുള്ള ഒരു സംഭവമാണ്. മനുഷ്യനാണെങ്കിൽ വിവേകിയാണ്. വിവേകമുള്ളവൻ എന്തിനു വേണ്ടി ഇല്ലാത്ത കാര്യങ്ങളിൽ സംഘർഷങ്ങൾ സൃഷ്ടിച്ച് പരസ്പരം കൊന്നൊടുക്കുന്നു. എല്ലാവരും ഒരേ ചൈതന്യത്തിൻ്റെ അംശങ്ങളാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് ഉണരാത്തത് കൊണ്ട് സംഭവിക്കുന്നതല്ലേ. അപ്പോൾ ജാതിയുടെ നിരർത്ഥകതയും മതത്തിൻ്റെ നിരർത്ഥകതയും ഒക്കെ ഗുരു വരച്ചു കാട്ടുകയാണ്. പക്ഷെ ഇത്രയൊക്കെ കാട്ടുമ്പോഴും എന്തുകൊണ്ടാണ് നിരാളിപ്പിടുത്തം പോലെ സ്വാർത്ഥമതികളായിട്ടുള്ള ഇതിനെ കൈകാര്യം ചെയ്യുന്നവർ വിട്ടുകൊടുക്കാത്തത്? ആധുനിക ചിന്തകന്മാരെന്ന് ഭാവിക്കുന്നവരും സാംസ്കാരിക രംഗത്തുള്ളവരും ഇപ്പോഴും ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലാണ് പലതും വെട്ടിപ്പിടിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ രംഗം നമ്മൾ നോക്കിയാൽ അറിയാം. മതേതരത്വത്തെക്കുറിച്ച് പറയുമ്പോഴും ഈ പറയുന്നവരെല്ലാവരും ജാതിയും മതവും ഉള്ളിൽ വെച്ചുകൊണ്ട് ആണ് അവർ വോട്ട് പിടിക്കുന്നത്. നിഷ്പക്ഷമായി ആരെങ്കിലും മതേതരത്വം അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്ന സോദരത്വേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനം എന്നുള്ള സങ്കല്പത്തിൽ ഇതിനെ സമീപിക്കാറുണ്ടോ? പക്ഷേ ഒരു പുകമറ സൃഷ്ടിച്ച് അനുയായികളെ നിലനിർത്തിക്കൊണ്ടുപോകാൻ വമ്പൽ കൊള്ളുന്ന സ്വാർത്ഥമതികളായിട്ടുള്ള
ലീഡർമാർ, മത നേതാക്കൾ ജാതി മാത്രം അവരുടെ ഉപജീവന മാർഗമായി കണ്ടുകൊണ്ട്, അതായത് ജാതിയെയും മതത്തെയും ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഉപജീവനത്തിന് വേണ്ടി നിലനിർത്തുകയും നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകളെ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അഥവാ തിരിച്ചറിഞ്ഞാലും ആ ആളുകളെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ നശിപ്പിച്ചു കളയും. ഇങ്ങനെ ഉള്ള അപകടങ്ങളെ മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് ഗുരു അരുവിപ്പുറത്ത് ആയുസ്സും വപസ്സും ആത്മതപസ്സും ബലിയർപ്പിച്ചുകൊണ്ട് ജനങ്ങളെ അറിവിൻ്റെ ഉന്നതമായ തലത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ശ്രമിച്ചത്. 136 വർഷങ്ങൾ പിന്നിടുകയാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥ ചെറിയ മാറ്റങ്ങൾ ബാഹ്യമായി ഉണ്ടായി എന്നുള്ളതല്ലാതെ പറയത്തക്ക മാനസികവും ബൗദ്ധികമായ തലത്തിൽ മാറിയിട്ടില്ല. അത് മുൻപ് സൂചിപ്പിച്ച പോലെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് മാറിയിട്ടില്ല എന്ന് നാം കൂടുതൽ തെളിച്ചത്തോടു കൂടി തിരിച്ചറിയുന്നത്. അതൊരു പക്ഷേ നമ്മൾ അങ്ങനെ തിരിച്ചറിയുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകും. അപ്പം അത്രമാത്രം അപകടങ്ങൾ പൊതിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇവിടെ നേതാക്കന്മാർ ജനങ്ങളെ നയിക്കുന്നത്. അതിൽ നിന്നും നമ്മൾക്ക് ഒരു മോചനം ആവശ്യമാണ് എന്ന് പൂർണ്ണമായിട്ടുള്ള അവബോധം ഉണ്ട് എങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളെ നമ്മൾ പഠിക്കണം. അത് പഠിച്ചാൽ മാത്രം പോരാ, അതിനെ മുൻവിധികളില്ലാതെ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനെ സ്വാംശീകരിക്കുകയും ചെയ്യണം. അങ്ങനെ ഒരു പുതിയ തലമുറ ഇവിടെ വളർന്നു വരേണ്ടതായിട്ടുണ്ട്. അതിന് പറ്റുന്ന രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും സഹായിക്കാം. ഏവർക്കും നമസ്കാരം.